Hi students, welcome to today's chemistry class P block elements part 5. Last part ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കാർബണിന്റെയും സിലിക്കണിന്റെയും ചില പ്രധാനപ്പെട്ട കോമ്പൗണ്ട്സിനെ പറ്റിയാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. കാർബണിന്റെ ഒരു പ്രധാനപ്പെട്ട ഓക്സൈഡ് ആണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന്റെ പ്രിപ്പറേഷൻ ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് കാർബൺ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ or oxygen gives carbon monoxide. എന്താണ് കാർബൺ മോണോക്സൈഡിന്റെ ഫോർമുല? CO. 2 carbon plus O2 gives 2 CO. കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിന്റെ പ്രോപ്പർട്ടീസ്, അതിന് കെമിക്കൽ ഫോർമുല CO ആണ്. അപ്പിയറൻസ് കളർലെസ്, അതുപോലെ ഓർഡർലെസ് ആണ്. സോലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ക്ലോറോഫോമിലെ അസറ്റിക് ആസിഡിലെ ഈഥൈൽ അസറ്റേറ്റ്, എഥനോൾ, അമോണിയം ഹൈഡ്രോക്സൈഡ്, ബെൻസീൻ ഇങ്ങനെയുള്ള സോൾവെൻസിനകത്തെല്ലാം സോലിബിൾ ആണ്. കാർബൺ മോണോക്സൈഡ് ഇസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. ഓർത്തിരിക്കുക, റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസസ് ഓൾമോസ്റ്റ് ഓൾ ദി മെറ്റൽ ഓക്സൈഡ് അതർ ദാൻ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡിന് മെറ്റലർജിക്കകത്ത്, മെറ്റൽസിന്റെ പ്രിപ്പറേഷനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. It is used in extraction of many metals from their oxide. കാർബൺ മോണോക്സൈഡിൻ്റെ പ്രത്യേകതയാണ്. കാർബൺ മോണോക്സൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോമിക് ആസിഡ്, അതിനെ നമുക്ക് 373 കെൽവിനകത്ത് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുകയാണെങ്കിൽ നമുക്ക് H2O പ്ലസ് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നു. ഇത് സ്മോൾ സ്കെയിൽ പ്രിപ്പറേഷൻ ആണ്. ഓൺ സ്മോൾ സ്കെയിൽ പ്യുവർ കാർബൺ മോണോക്സൈഡ് ഈസ് പ്രിപ്പയർഡ് ബൈ ഡീഹൈഡ്രേഷൻ ഓഫ് ഫോമിക് ആസിഡ് വിത്ത് എ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഫോമിക് ആസിഡിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണ്. ഡീഹൈഡ്രേഷൻ സംഭവിച്ച് അത് കാർബൺ മോണോക്സൈഡ് ആയിട്ട് മാറുന്നു. അതാണ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കുന്നത്. ഓൺ കൊമേഴ്സ്യൽ സ്കെയിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ പാസേജ് ഓഫ് സ്റ്റീം ഓവർ ഹോട്ട് കോക്കിലൂടെ സ്റ്റീം കടത്തിവിടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മിക്സറാണ് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഗ്യാസ് ഉണ്ടാകുന്നു. കാർബൺ മോണോക്സൈഡ് ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും എങ്ങനെയാണ്? കാർബൺ സോളിഡിനകത്തോട്ട് H2O ഗ്യാസ് നീരാവി കടത്തിവിടുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന മിശ്രിതമാണ് കാർബൺ മോണോക്സൈഡ് ഗ്യാസിൻ്റെയും ഹൈഡ്രജൻ ഗ്യാസിൻ്റെയും മിശ്രിതം ഉണ്ടാകുന്നു. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മിശ്രിതമാണ് ഉണ്ടാകുന്നത്. ആ മിശ്രിതത്തിൻ്റെ പേരുണ്ട്, അതാണ് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൻ്റെയും ഹൈഡ്രജൻ്റെയും കൂടെ മിശ്രിതത്തിനെയാണ് വാട്ടർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് പ്ലസ് H2 അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് പറയുന്നു. ഇനി ഇവിടെ അടുത്തതാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന വേറൊരു പ്രോസസ്സാണ്. അതിൻ്റെ കൂടെ നൈട്രജനാണ് ഉണ്ടാകുന്നത്. നൈട്രജൻ, കാർബൺ മോണോക്സൈഡ് നൈട്രജനും, ആ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ്റെയും മിശ്രിതത്തെ പറയുന്ന പ്രൊഡ്യൂസർ ഗ്യാസ്. മറ്റേതെന്തായിരുന്നു? സിന്തസിസ് ഗ്യാസ് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ പ്രൊഡ്യൂസർ ഗ്യാസ്. പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണ്? വെൻ എയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റീഡ് ഓഫ് സ്റ്റീം എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷനകത്ത് കാർബണിൻ്റെ കൂടെ H2O ഗ്യാസ് ആയിരുന്നു, സ്റ്റീം ആയിരുന്നു. എന്നാൽ ഇവിടെ എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, O2 ഗ്യാസ് പ്ലസ് 4 നൈട്രജൻ അവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നു കാർബൺ മോണോക്സൈഡ് പ്ലസ് N2. ഈ കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ ഗ്യാസിൻ്റെയും മിശ്രിതത്തെ പറയുന്നവരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ്. വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്. കാർബൺ മോണോക്സൈഡ് ഇൻ വാട്ടർ ഗ്യാസ് ഓർ പ്രൊഡ്യൂസർ ഗ്യാസ് ക്യാൻ അണ്ടർഗോ ഫർദർ കമ്പഷൻ ഫോമിങ് കാർബൺ ഡയോക്സൈഡ് വിത്ത് ദ ലിബറേഷൻ ഓഫ് ഹീറ്റ്. നമ്മൾ കാർബൺ മോണോക്സൈഡ് പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചത്. കാർബൺ മോണോക്സൈഡ് വാട്ടർ ഗ്യാസിൻ്റെ കൂടെയും കിട്ടുന്നു, കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസർ ഗ്യാസിൻ്റെയും കൂടെ കിട്ടുന്നു. ഇനി ഇവിടെ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, കാർബൺ മോണോക്സൈഡിൻ്റെ വളരെ ഒരു മികച്ചൊരു ഉപയോഗമാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ, സിങ്ക് ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുകയാണ് സിങ്ക് സോളിഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെ കാർബൺ മോണോക്സൈഡ് ഒരു പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ റെഡ്യൂസിങ് ഏജന്റ് റെഡ്യൂസസ് ഓൾമോസ്റ്റ് ഓൾ മെറ്റൽസ്, റെഡ്യൂസ് ചെയ്യുന്നു. സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്കിനെ വേർതിരിച്ചെടുക്കുകയാണ്. ഓക്സിജൻ കാർബൺ മോണോക്സൈഡിനോട് പോയി കാർബൺ ഡയോക്സൈഡായി മാറുന്നു. അന്നേരം ഇവിടെ കാർബൺ മോണോക്സൈഡ് ഇസ് എ പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസസ് ഓൾമോസ്റ്റ് ഓൾ മെറ്റൽ ഓക്സൈഡ്. ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോപ്പർട്ടിയാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ അയൺ ഓക്സൈഡിനെ കാർബൺ മോണോക്സൈഡും ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അയൺ ഓക്സൈഡ് അയണായിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അയണായിട്ട് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടുന്നു പ്ലസ് കാർബൺ ഡയോക്സൈഡ്.
ഈ കാർബൺ മോണോക്സൈഡിന് ഒരു പ്രത്യേകതയുണ്ട്. കാർബൺ മോണോക്സൈഡും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം കൂടെ നമ്മുടെ ഇതിൽ വരുവാണെങ്കിൽ, നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് വരുവാണെങ്കിൽ കാർബൺ മോണോക്സൈഡിനെ ഹീമോഗ്ലോബിൻ വളരെ ശക്തമായിട്ട് അങ്ങ് പിടിച്ചൊരു കോംപ്ലക്സ് ഉണ്ടാകുന്നു. എന്നാൽ ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും അത്ര ശക്തമായ രീതിയിൽ പിടിച്ച് കോംപ്ലക്സ് ഉണ്ടാകുന്നില്ല. ഏറ്റവും ഹീമോഗ്ലോബിൻ പെട്ടെന്ന് സ്വീകരിക്കുന്ന കാർബൺ മോണോക്സൈഡിനെ. കാർബൺ മോണോക്സൈഡിനെ സ്വീകരിച്ച ഹീമോഗ്ലോബിൻ കാർബോക്സി ഹീമോഗ്ലോബിനാകുന്നു. കാർബോക്സി ഹീമോഗ്ലോബിനാണ് അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ആ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ പിന്നെ അവർ വേറെ ആരെയും ക്യാരി ചെയ്യത്തില്ല, ഓക്സിജനെ ഒന്നും അടുപ്പിക്കത്തില്ല. ഹീമോഗ്ലോബിൻ പറയും എനിക്ക് കാർബൺ മോണോക്സൈഡിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടായി മാറുന്നു. നമുക്ക് ആവശ്യം, നമ്മുടെ മനുഷ്യ ശരീരത്തിന് എന്താ ആവശ്യം? കാർബൺ മോണോക്സൈഡ് ആണോ? അല്ല, നമുക്ക് ആവശ്യം ഓക്സിജനെയാണ് വേണ്ടത്. എന്നാൽ ഓക്സിജനെ ഈ ഹീമോഗ്ലോബിൻ സ്വീകരിക്കാതെ CO കാർബൺ മോണോക്സൈഡിനെ മാത്രം സ്വീകരിക്കുന്നു. അതുകൊണ്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ കനോട്ട് ക്യാരി ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ശ്വാസമുട്ടൽ, അനോക്സിമിയ ആൻഡ് സഫക്കേഷൻ ഉണ്ടാകുന്നു. മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ് ഈ ഹീമോഗ്ലോബിൻ ചെയ്യുന്ന ഈ പണി. അതായത് ഹീമോഗ്ലോബിൻ കാർബൺ മോണോക്സൈഡിനെ വന്നാൽ, കാർബൺ മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കൂടെ ശരീരത്തിലോട്ട് വന്നാൽ കാർബൺ മോണോക്സൈഡിനെ കയറി പിടിച്ച് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോക്സി ഹീമോഗ്ലോബിനായി മാറുന്നു. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അപകടകരമായ ഒരു വസ്തുവാണ്. Carboxy hemoglobin is about 300 times more stable than the oxygen hemoglobin complex. This prevents hemoglobin in the red blood corpuscles from carrying oxygen round the body and ultimately resulting in a death. മരണത്തിന് വരെ കാരണമാകുന്നു. ഇപ്പം നമുക്കിവിടെ അറിയാം മെറ്റൽ കാർബോണിൽസ്. മെറ്റൽ കാർബോണിൽസ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് മെറ്റൽ കാർബോണിൽസ് ഉണ്ടാകും. നമ്മളിപ്പോൾ പഠിക്കുന്നത് 14ാം ഗ്രൂപ്പിലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെയാണ്. അന്നേരം അതിനകത്തെ 14ാം ഗ്രൂപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഓക്സൈഡാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് മെറ്റലുമായിട്ട് കൂടി ചേർന്ന് മെറ്റൽ കാർബോണിൽസ് ഉണ്ടാകുന്നു. Carbon atom of carbon monoxide has lone pair of electrons which can be donated to transition metal to form complex compound called metal carbonyls. കാർബൺ മോണോക്സൈഡിനകത്ത് നമുക്കിവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. കാർബൺ ആറ്റം ഓഫ് കാർബൺ മോണോക്സൈഡ് ഹാസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. നമുക്കിവിടെ ഇത് കാർബൺ മോണോക്സൈഡ് ഇലക്ട്രോണെ അയൺ ഇതിന് കൊടുക്കുന്നു, ട്രാൻസിഷൻ മെറ്റൽസിന് കൊടുത്തിട്ട് അതൊരു കോംപ്ലക്സ് കോമ്പൗണ്ടായി മാറുന്നു. FeCO5 CrCO6 അങ്ങനെ പലതരത്തിലുള്ള മെറ്റൽ കാർബോണിൽസ്. In carbon CO molecule there are 1 sigma and 2 pi bonds. CO ബോണ്ടിനകത്ത് 1 sigma and 2 pi bonds ആണ് between carbon and oxygen. നമുക്കിവിടെ കാണാം C ട്രിപ്പിൾ ബോണ്ട് O ആണ്. Because of the presence of a lone pair on carbon monoxide molecule act as a donor and react with certain metals when heated to form. ഇവിടെ കാർബൺ മോണോക്സൈഡ് ഒരു ഡോണറായിട്ട്, അതായത് ഒരു കോംപ്ലക്സ് ആയി ഉണ്ടാകും. മെറ്റലിന് കാർബൺ മോണോക്സൈഡ് ഇലക്ട്രോണെ കൊടുത്ത് അവിടെ ഒരു ബോണ്ട് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു സിനർജിക് ബോണ്ടാണ് എഫക്റ്റ് ആണുള്ളത്. സിനർജിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ബോണ്ട് ഉണ്ടായി നല്ല സ്റ്റെബിലിറ്റി ആയിരിക്കും ഇവയുടെ റിലേഷൻഷിപ്പ് ബോണ്ടിന്. അടുത്ത ഓക്സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് CO2. CO2 is prepared by complete combustion of carbon and carbon containing fuels in excess of air. കാർബൺ സോളിഡ് O2യുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആകുന്നു. അതുപോലെ CH4 + 2O2 gives കാർബൺ ഡൈ ഓക്സൈഡ് + 2H2. അതായത് മീഥെയിൻ കത്തുന്നു, ഫ്യൂവലാണ് മീഥെയിൻ അല്ലേ. മീഥെയിൻ കത്തുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും H2O കിട്ടുന്നു. നമ്മളിവിടെ എല്ലാം നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാം. ഇവിടെ എല്ലാം ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ അടങ്ങിയ വസ്തു ഏത് കത്തിയാലും കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നു. ലാബിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാൽസ്യം കാർബണേറ്റും HCl കൂടെ കൂടി ചേരുമ്പോൾ കാൽസ്യം ക്ലോറൈഡ് + കാർബൺ ഡൈ ഓക്സൈഡ് + H2 ഉണ്ടാകുന്നു. In the laboratory it is conveniently prepared by the action of dilute HCl on calcium carbonate. On commercial scale it is obtained by heating limestone. Carbon dioxide properties. Carbon dioxide is a colorless and odorless gas. Its low solubility in water make it of immense biochemical and geochemical importance. With water it forms carbonic acid. Carbon dioxide വെള്ളത്തിലേക്ക് നമുക്ക് എന്ത് കിട്ടുന്നു? സോഡ കിട്ടുന്നു അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ. അതുപോലെ ഇവിടെ കാർബോണിക് ആസിഡാണ് വെള്ളത്തിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന H2CO3 which is a weak diabasic acid and dissociate in 2 steps.
H2CO3 ഡൈബേസിക് ആണ് പ്ലസ് H2CO3 പ്ലസ് H2O ഗീസ് HCO3 മൈനസ് പ്ലസ് H പ്ലസ് HCO3 മൈനസ് പ്ലസ് H2O ഗീസ് CO3 2 മൈനസ് പ്ലസ് H3O പ്ലസ്. ഇവിടെ H2CO3 HCO3 മൈനസ് ഒരു ബഫർ സിസ്റ്റമാണ്. ബഫർ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിലേക്കും ബഫർ സിസ്റ്റം കിട്ടുന്നു. ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ pH ഓഫ് ബ്ലഡ് ബിറ്റ്വീൻ 7.26 to 7.42. ബ്ലഡിൻ്റെ pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് സഹായിക്കുന്നു. അതായത് ഇവിടെ നമുക്ക് ആസിഡായി മാറുന്നു അല്ലേ, കാർബോണിക് ആസിഡായി മാറിയിട്ട് ബ്ലഡിൻ്റെ pH എന്ന് പറയുന്നത് 7.26 7.42 ഇടയ്ക്ക് നിർത്തുവാൻ വേണ്ടി സഹായിക്കുന്നു. ബീയിങ് അസിഡിക് ഇൻ നേച്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് അസിഡിക് ഇൻ നേച്ചറാണ്. ഇറ്റ് കമ്പൈൻ വിത്ത് ആൽക്കലീസ് ടു ഫോം മെറ്റൽ കാർബണേറ്റ് ഉണ്ടാകുന്നു. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്തുമൊക്കെ നമുക്ക് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗം, അതായത് അതിൻ്റെ കാർബോണിക് ആസിഡിൻ്റെ ഉപയോഗമുണ്ട്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ചെടിക്ക് കൊടുക്കുന്നു, ചെടി നമുക്ക് ഓക്സിജൻ തരുന്നു. ഇവിടെ സൺലൈറ്റിൽ നിന്ന് നമ്മുടെ ചെടിയിലെ ഹരിതകം പച്ച നിറമുള്ളത്, അവിടെ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 12 H2O ഇൻ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ, ഹരിതകത്തിന് പറഞ്ഞ അതിനകത്തുള്ള ഇതാണ് ക്ലോറോഫിൽ, ചെടിക്കകത്തുള്ളതാണ് ക്ലോറോഫിലും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടെ കൂടി ചേർന്ന് C6H12O6 plus 6O2 plus 6H2O. By this process, plants make food for themselves as well as for animals and human. നമുക്ക് ഇവിടെ കാണാം, ഈ ഫോട്ടോസിന്തസിസിലൂടെ പ്ലാന്റ്സ് മേക്ക് ഫുഡ് ഫോർ ദംസെൽസ് ആസ് വെൽ ആസ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻ. ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് ഡ്രൈ ഐസ്. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഇസ് ഡ്രൈ ഐസ്? ഡ്രൈ ഐസ് എന്ന് പറഞ്ഞാൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് കോൾഡ് ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് മറക്കരുത്, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് കോൾഡ് ഡ്രൈ ഐസ്. ഇത് ഡ്രൈ ഐസിൻ്റെ ഒരു ഫോമാണ്. ഇറ്റ് ഇസ് എ ഡെൻസ് സ്നോ ലൈക്ക് സബ്സ്റ്റൻസ് ദാറ്റ് സബ്ലൈംസ് passes directly into the vapor without melting at a minus 78.5 degrees Celsius. Used as a refrigerant ആയിട്ട് ഉപയോഗിക്കുന്നു ഡ്രൈ ഐസ്, എസ്പെഷ്യലി ഡ്യൂറിങ് ഷിപ്പിംഗ് ഓഫ് പെർഷബിൾ പ്രൊഡക്ട്സ് സച്ച് ആസ് മീറ്റ്സ് ഓർ ഐസ്ക്രീം ഒക്കെ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ്രൈ ഐസ്. ഓർത്തിരിക്കുക, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന് പലതരത്തിലുള്ള ഉപയോഗമുണ്ട്. നമുക്കറിയാം, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതുപോലെ തന്നെ നമുക്ക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ആസ് എ സോളിഡ് ഇൻ ദ ഫോം ഓഫ് dry ice by allowing the liquid carbon dioxide to expand rapidly. Dry ice is used as a refrigerant for ice cream and frozen food. Gaseous carbon dioxide is extensively used to carbonate soft drinks. Being heavy and non-supportable of combustion, it is used as fire extinguisher. Fire extinguisher at the carbon dioxide ഉപയോഗിക്കുന്നു. A substantial amount of carbon dioxide is used to manufacture of urea. പലതരത്തിലുള്ള ഉപയോഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് അറ്റ്മോസ്ഫിയറിനകത്ത് വളരെയധികം കൂടിപ്പോയാൽ ചില പ്രശ്നങ്ങളൊക്കെ നടക്കും. അതായത് നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂടൊക്കെ കൂടുന്നു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ. ഇൻക്രീസ് ഇൻ കമ്പഷൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ കത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നു അന്തരീക്ഷത്തിൽ. ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ ഫോർ സിമെൻറ്റ് മാനുഫാക്ചർ ഇൻ റീസെൻറ്റ് ഇയേഴ്സ് സീം ടു ഇൻക്രീസ് ദ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ. പല കാരണങ്ങൾ കൊണ്ട് അറ്റ്മോസ്ഫിയറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നുണ്ട്. This may lead to increase in greenhouse effect and thus raise the temperature of the atmosphere, which might have serious consequences. ഇങ്ങനെ പല വിധത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോൾ അന്തരീക്ഷത്തിലെ താപം കൂടുന്നു. നമുക്കറിയാം, ഓരോ വർഷം ചെല്ലുന്തോറും നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നേക്കാം ചൂട് കൂടിക്കൂടി വരിക. അവരുടെ ചെറുപ്പകാലത്തെ ചൂടല്ല ഇപ്പോഴത്തെ ഇത് ഉള്ളത്. കാരണം എന്താണ്, നമ്മുടെ അന്തരീക്ഷങ്ങളിൽ വ്യാവസായികപരമായും ഇതിൽ വളരെയധികം ഫാഷൻസും അല്ലെങ്കിൽ മോഡേണിറ്റിയൊക്കെ വന്നിരിക്കുന്ന കാലഘട്ടമാണ്. അതിലെല്ലാം നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ചൂട് കൂടുന്നത്. അതെന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഇവിടെ നമുക്ക് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, സം എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഔട്ട് ടു ദ സ്പേസ്. സോളാർ എനർജി ഫ്രം ദ സൺ പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ. സം എനർജി ഈസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഔട്ട് ടു സ്പേസ്. സോളാർ എനർജിയുടെ എനർജി ഇങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യുക, ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് അങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. Earth surface is heated by the sun and radiations the heat back out to a space. Greenhouse gases in the atmosphere trap some of the heat. ഇത് തിരിച്ച് നമുക്ക് സ്പേസിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ അതിന് പകരം ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ചില ഗ്യാസസ് ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ മീത്തേൻ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഗ്യാസസ്. ആ ഗ്യാസസ് അതിനെ അനുവദിക്കാതെ ഇവിടെ തന്നെ ട്രാപ്പ് ചെയ്യുന്നു, അറ്റ്മോസ്ഫിയറിൽ തന്നെ ട്രാപ്പ് ചെയ്യുന്നു. ആ ട്രാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഹീറ്റ്
അന്തരീക്ഷത്തിൽ ഹീറ്റ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നത്. സൂര്യനിൽ നിന്ന് വരുന്ന ഹീറ്റ് നമുക്ക് സോളാർ എനർജി ഫ്രം ദ സൺ പാസസ് ത്രൂ ദ അറ്റ്മോസ്ഫിയർ, സം എനർജി ഇസ് റിഫ്ലക്റ്റഡ് ബാക്ക് ഔട്ട് ടു ദ സ്പേസ്. അങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്. എന്നാൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം എന്തുണ്ടാകുന്നു, അത് അതിനെ ഈ ഹീറ്റിനെ സ്പേസിലേക്ക് പോകാതെ ഇവിടെ തന്നെ തടയുന്നു. എർത്ത് സർഫസ് ഈസ് ഹീറ്റഡ് ബൈ ദ sun and radiation radiate the heat back out to space. Carbon dioxide has 3 resonance structure ഉണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. കാർബൺ നടുക്ക്, 2 ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും. Out of which one is major contributed, the carbon dioxide molecule has a total 16 valence electron. നമുക്കറിയാം ലേഡീസ് കൺസെപ്റ്റ് അനുസരിച്ച് കാർബൺ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ ഒക്കെ വരയ്ക്കാൻ നമുക്കറിയാം. 16 വാലൻസ് ഇലക്ട്രോൺ, കാർബണിന്റെയും 2 ഓക്സിജന്റെയും കൂടി 16 വാലൻസ് ഇലക്ട്രോൺ വേണം. 4 from carbon and 6 from each oxygen atom നമുക്കിവിടെ വേണം. അന്നേരം നമുക്കിവിടെ കാണാം. ഇൻ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ കാർബൺ ആറ്റം അണ്ടർഗോ sp ഹൈബ്രിഡൈസേഷൻ. ഓർത്തിരിക്കുക, കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിനകത്ത് sp ഹൈബ്രിഡൈസേഷൻ ആണല്ലോ. sp ഹൈബ്രിഡൈസേഷൻ. 2 sp hybridized orbital of carbon atom overlap with the 2 p orbital of oxygen atom. 2 sp hybridized orbital of carbon atom overlap with the 2 p orbital of oxygen atom to make 2 sigma bonds, while other 2 electrons of carbon atom involved in p pi bonding. ഇത്രയും നമ്മൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഹൈബ്രിഡൈസേഷൻ, sp ഹൈബ്രിഡൈസേഷൻ ഇവിടെ ഉള്ളത്. ഇവിടെ ലീനിയർ ഷേപ്പാണുള്ളത്. sp ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം ഷേപ്പ് എന്താണ്, ലീനിയർ ഷേപ്പാണ്. കാർബൺ ഡയോക്സൈഡിനുള്ളത് ലീനിയർ നേർരേഖയാണുള്ളത്. അപ്പോൾ അതിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നമുക്ക് നോക്കാം. കാർബൺ, ഓക്സിജൻ, 2 ഓക്സിജൻ അപ്പുറത്തും ഇപ്പുറത്തും, ഒരു ഓക്സിജൻ പ്ലസ് മറ്റേതിന് മൈനസ്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. ഇനി ഈ റെസൊണൻസ് സ്ട്രക്ചറിനകത്ത് രണ്ടിടത്തും പ്ലസും മൈനസും ഇല്ല. ലോൺ പെയേഴ്സ് ആയിട്ട് ഡബിൾ ബോണ്ട് കൊടുത്തത് ലീനിയർ സ്ട്രക്ചറാണ്. അടുത്ത സ്ട്രക്ചറിനകത്ത് നമുക്ക് ഈ ഓക്സിജൻ പോസിറ്റീവ്, ഇവിടെ ഓക്സിജൻ നെഗറ്റീവ്. ഇവിടെയാണ് ബോണ്ട് ഉള്ളത്. ഇവിടെ ഒരു ലോൺ പെയർ, ഇവിടെ 3 ലോൺ പെയർ ആണ് ഉള്ളത്. ഓക്കെ, റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് കാർബൺ ഡയോക്സൈഡ് നമ്മളിവിടെ കണ്ടത്. ഇനി ഹൈഡ്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് 14. കാർബൺ, സിലിക്കൺ, കാർബൺ, ഹൈഡ്രോ കാർബൺസ് ഉണ്ടാകുന്നു. കാർബൺ ഹൈഡ്രജനുമായിട്ട് കൂടിച്ചേരുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നു, ഹൈഡ്രോ കാർബൺസ്. ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻസ് എന്നൊക്കെ പറഞ്ഞല്ലേ. നമുക്ക് അതുപോലെ സിലിക്കൺ ഹൈഡ്രജനുമായിട്ട് കൂടിച്ച് സിലൈൻസ് ഉണ്ടാകുന്നു. ജെർമേനിയം, ജെർമോൺസ്, ടിൻ, മോണോസ്റ്റാൻസ്, ലെഡ്, പ്ലംബെയിൻ എന്ന് പറഞ്ഞുള്ള ഇതാണ്. ടെൻഡൻസി ഓഫ് ഹൈഡ്രേറ്റ് ഫോർമേഷൻ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഏറ്റവും കൂടുതലായിട്ട് ടെൻഡൻസി കാർബൺ ആണ്. ഹൈഡ്രജനുമായിട്ട് ഹൈഡ്രോ കാർബൺ ഉണ്ടാകുന്ന ടെൻഡൻസി. അത് കഴിഞ്ഞ് താഴോട്ട് വരുന്നതോറും അതിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ടെൻഡൻസി കുറയുന്നു ഹൈഡ്രേറ്റ്. അതുപോലെ തെർമൽ സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഏറ്റവും തെർമൽ സ്റ്റെബിലിറ്റി ഉള്ളത് കാർബണിൻ്റെ ഹൈഡ്രേറ്റ് ആണ്. അത് ഹൈഡ്രോ കാർബൺ ആണ് ഏറ്റവും കൂടുതൽ തെർമൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അതുപോലെ ഇതിൻ്റെ കാർബണിൻ്റെ അലോട്രോപ്പാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്. ഡയമണ്ട് പുവർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നു, ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടിവിറ്റിയാണ്. കാരണം ഡയമണ്ടിനകത്ത് നോ ഫ്രീ ഇലക്ട്രോൺ, ഓൾ യൂസ്ഡ് ഫോർ ബോണ്ടിങ്. ഗ്രാഫൈറ്റിനകത്ത് 1 ഇലക്ട്രോൺ പെർ കാർബൺ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ബോണ്ടിങ് ആൻഡ് ജോയിൻസ് ഡീലോക്കലൈസ്ഡ് ക്ലൗഡ്. അതുകൊണ്ടാണ് ഇത് ഗുഡ് കണ്ടക്ടർ ആയിരിക്കുന്നത്. സിലിക്കൺ സെമി കണ്ടക്ടർ, ജെർമേനി സെമി കണ്ടക്ടർ, ടിൻ ഗുഡ് കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. മെറ്റാലിക് ബോണ്ടിങ്, ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ്. ലെഡ് എന്ന് പറയുന്നതും കണ്ടക്ടിവിറ്റി ഉണ്ട്, മെറ്റാലിക് ബോണ്ടിങ് ആണ് ലെഡിനകത്തുള്ള ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ക്ലൗഡ്. രണ്ടാമത്തെ എലമെന്റ് ആണ് ഗ്രൂപ്പ് 14നകത്ത് സിലിക്കൺ. ഓക്കെ, സിലിക്കൺ is the second most abundant element on the earth crust and is present in nature in the form of silica and silicate. ഈ 14ാം ഗ്രൂപ്പിനകത്ത് രണ്ടാമത്തെ എലമെന്റ് ആണ് സിലിക്കൺ. സിലിക്കൺ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ആണ്. നമുക്ക് അതിന്റെ കോമ്പൗണ്ട്സിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. സിലിക്കൺ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് സിലിക്കണിന്റെ. സിലിക്കൺ എന്ന് പറഞ്ഞാൽ 95% ഓഫ് എർത്ത് ക്രസ്റ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക ആൻഡ് സിലിക്കേറ്റ്. അന്നേരം നമ്മളെപ്പോഴും കാണുന്നത് തന്നെയാണ് സിലിക്കൺ എന്നൊക്കെ പറയുന്നത്. 95% എർത്ത് ക്രസ്റ്റ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്ക ആൻഡ് സിലിക്കേറ്റ്. സിലിക്കൺ ഡയോക്സൈഡ് കോമൺലി നോൺ ആസ് സിലിക്ക. അതായത് സിലിക്ക എന്ന് പറയുന്നതാണ് സിലിക്കൺ ഡയോക്സൈഡ്, SiO2. ഓർത്തിരിക്കുക, തെറ്റിപ്പോകരുത്. സിലിക്ക എന്ന് പറയുന്നതാണ് സിലിക്കൺ ഡയോക്സൈഡ്. occurs in several crystallographic forms. Quartz, cristobatic and tridymite are some of the crystalline forms of silica, SiO2, and they are interconvertible at suitable temperature. ഇതാണ് സിലിക്കയുടെ മണൽ പോലെ കിടക്കുന്നത് കണ്ടോ. സിലിക്ക is a name given to a group of minerals composed of silicon and oxygen, SiO2. The two most abundant elements in the earth crust. Silica is found commonly in the crystalline state and rarely in an atmospheric state.
It is composed of 1 atom of silicon and 2 atoms of oxygen, resulting in the chemical formula SiO2. പിന്നെ സിലിക്ക എന്ന് പറഞ്ഞാലും സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാലും ഒന്നാണെന്നുള്ള കാര്യം ഓർക്കുക, SiO2. ഇതാണ് 3 dimensional സ്ട്രക്ചർ ഓഫ് SiO2വിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണുന്നത്. SiO2 ഇൻ കോട്സ് എന്ന് പറയും. സിലിക്ക പറയുന്ന വേറെ കോട്സ്. SiO2 ഇത് സിലിക്ക ടെട്രാഹെഡ്ര ആർ ബോണ്ടഡ് ഇൻ എ പെർഫെക്റ്റ് 3 dimensional ഫ്രെയിംവർക്ക്. ഇതാണ് സിലിക്ക ടെട്രാഹെഡ്ര. ഈച്ച് ടെട്രാഹെഡ്രൻ ഇസ് ബോണ്ടഡ് ടു 4 other tetrahedron. Each tetrahedron is bonded to 4 other tetrahedron with an oxygen shared at every corner of a tetrahedron, and as a result ratio of silicon to oxygen is 1:2. ഇതാണ് SiO2വിൻ്റെ സ്ട്രക്ചർ. Quartz is extensively used as a piezoelectrical material. It has made possible to develop extremely accurate clock, modern radio and television broadcasting and mobile radio communication. Piezoelectric effect is the എന്താണ് piezoelectric effect? Quartz എന്ന് പറയുന്നത്, quartz നമുക്കറിയാം ക്ലോക്കിനകത്തൊക്കെ quartz വാച്ച്. Quartz is extensively used as a piezoelectric material. It has made possible to develop extremely accurate clocks. Piezoelectric effect is the ability of certain material to generate an electric charge in response to applied mechanical stress. The word piezoelectric is derived from the Greek piezein, which means to squeeze or press, which is a Greek for push. Push എന്നുള്ള അർത്ഥമാണ് piezoelectric effectൻ്റെ ഓർത്തിരിക്കുക. ഇനി സിലിക്ക ജെൽ, നിങ്ങൾ കണ്ടിട്ട് സിലിക്ക ജെല്ല് ഈ നമ്മളെ ലെതർ ബാഗിലൊക്കെ അവിടെ സിലിക്ക ജെല്ലിൻ്റെ ചെറിയ കവറുകൾ കാണും. എന്തിനു വേണ്ടിയായിരിക്കും? അത് മോയ്സ്ചർ, ഈർപ്പം വരാതിരിക്കാൻ വേണ്ടി പൂത്തുപോകും. അതുകൊണ്ടാണ് ലെതറൊക്കെ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സിലിക്ക ജെൽ. അതായത് എന്നാൽ ഇവിടെ മോയ്സ്ചറിനെ അത് അബ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ അഡ്സോർബ് ചെയ്യുന്നു. സിലിക്ക ജെൽ ഈസ് യൂസ്ഡ് ഇൻ ഡ്രൈയിങ് ഏജന്റ് ആൻഡ് ആസ് എ സപ്പോർട്ട് ഫോർ ക്രൊമാറ്റോഗ്രാഫിക് മെറ്റീരിയൽ ആൻഡ് കാറ്റലിസ്റ്റ്. Ziegler, an amorphous form of silica, is used in infiltration plants. Silica gel is an amorphous and porous form of silicon dioxide. SiO2വിൻ്റെ അമോർഫസ് ഫോമാണ് സിലിക്ക ജെൽ. നമ്മൾ പ്രത്യേകം ഓർക്കണം, സിലിക്ക ജെൽ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിലിക്ക ജെല്ല് SiO2വിൻ്റെ അമോർഫസ് ഫോമാണ്. കൺസിസ്റ്റിംഗ് ഓഫ് ആൻ ഇറഗുലർ tridimensional framework of alternating silicon and oxygen atom with a nanometer scale voids and pores. The void may contain water or some other liquids or may be filled by gas or vacuum. Silica in its normal form is almost non-reactive because of very high silicon-oxygen bond enthalpy. It resists the attack by halogen, dihydrogen and most of the acid and metal even at elevated temperature. ഈ SiO2 വളരെ കുറച്ച് റിയാക്ഷൻ നടക്കുന്നുള്ളൂ. റിയാക്ഷൻ നടത്തുന്ന 2 പേരെ നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. SiO2 സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുവാണെങ്കിൽ Na2SiO3 + H2 ഉണ്ടാകും. ഇവിടെ ഉണ്ടാകുന്ന കോമ്പൗണ്ട് മെയിനായിട്ടുള്ള Na2SiO3. അതുപോലെ തന്നെ അത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. SiO2 + HF gives SiF4 + 2H2O. എന്നാൽ സിലിക്ക റെസിസ്റ്റ് ദ അറ്റാക്ക് ബൈ ഹാലജൻസ്, ഡൈഹൈഡ്രജൻ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആസിഡ്. ഇവിടുത്തെ ആസിഡ് ഏതാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പോൾ സിലിക്ക ജെൽ, സിലിക്കോണിൻ്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്താണ് സിലിക്കോൺസ്. എന്താണ് സിലിക്കോൺസ്? സിലിക്കയും സിലിക്കോൺസ് നമ്മളൊക്കെ വ്യത്യാസം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. സിലിക്കോൺ എന്ന് പറഞ്ഞാൽ സിലിക്കൻ്റെ കൂടെ, ഇത് സിലിക്കോണിൻ്റെ സ്ട്രക്ചറാണ്. എന്താണ് സിലിക്കൻ്റെ കൂടെ മീഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈഥൈൽ ഗ്രൂപ്പ് ഓക്സിജനും ഒക്കെ വരുന്നതിനെയാണ് സിലിക്കോൺസ്. നമുക്ക് മനസ്സിലാക്കാം. സിലിക്കോൺസ് ആർ സിന്തറ്റിക് പോളിമേഴ്സ് വിത്ത് എ സിലിക്കോൺ ഓക്സിജൻ ബാക്ക്ബോൺ സിമിലർ ടു ദാറ്റ് ഇൻ സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡ് പറയുന്ന പേരാണ് സിലിക്ക, അല്ലേ? ബട്ട് വിത്ത് ഓർഗാനിക് ഗ്രൂപ്പ് അറ്റാച്ച് ടു സിലിക്കോൺ ആറ്റം ബൈ കാർബൺ സിലിക്കൺ ബോൺസ്. ഓർഗാനിക് ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്നു സിലിക്കൻ്റെ കൂടെ, അന്നേരം കാർബൺ സിലിക്കൺ ബോണ്ട് ഉണ്ടാകുന്നു. ദ സിലിക്കോൺ ചെയിൻ എക്സ്പോസ് ഓർഗാനിക് ഗ്രൂപ്പ് ടു ദ ഔട്ട്സൈഡ്. നമുക്ക് എക്സാമ്പിൾ പറയാം. ഡൈമീഥൈൽ സിലിക്കോൺ എന്ന് പറയുന്നത് സിലിക്കോൺസിന് എക്സാമ്പിളാണ്. സിലിക്കോൺ ഫ്ലൂയിഡാണ് ഇപ്പം കാണുന്നത്. സിലിക്കോൺ ഫ്ലൂയിഡ് ഇതിന് മീഥൈൽ ക്ലോറൈഡ് പ്ലസ് സിലിക്കൺ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ CH3 SiCl2 ഉണ്ടാകുന്നു. അതിന് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ CH3 SiOH ഉണ്ടാകുന്നു.
നമുക്ക് അതിൻ്റെ പോളിമറൈസേഷൻ നടത്തുമ്പോൾ നമുക്ക് സിലിക്കോൺ കിട്ടുന്നു. സിലിക്കോൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണാം സിലിക്കൺ മീഥൈൽ ഗ്രൂപ്പ്, ഓക്സിജൻ, സിലിക്കൺ മീഥൈൽ ഗ്രൂപ്പ്. ദ ചെയിൻ ലെങ്ത് ഓഫ് പോളിമർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ആഡിങ് CH3 thrice SiCl വിച്ച് ബ്ലോക്സ്. സിലിക്കോൺ എന്ന് പറഞ്ഞാൽ ഓർഗാനിക് സിലിക്കോൺ ആണ് സിലിക്കോൺസ് എന്ന് പറയുന്നത്. സിലിക്കോൺസ് ബീങ് surrounded by non-polar alkyl group are water repelling in nature. They have in general high thermal stability, high dielectric strength, silicones and resistant to oxidation chemicals. They have wide application. പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് സിലിക്കോൺ ഉപയോഗിക്കാൻ. അതിവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഉണ്ട്. ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, നോൺ സ്റ്റിക് നേച്ചറാണ്. They are used as sealant, grease, electrical insulators and for waterproofing of fabrics. Being biocompatible, they are also used in surgical and cosmetic plants. പലതരത്തിലുള്ള ഉപയോഗമാണ് സിലിക്കോൺസിനുള്ളത്. ലിക്വിഡ് സിലിക്കോൺ, റബ്ബറൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, വാട്ട് ആർ സിലിക്കോൺസ്? നമ്മൾ എഴുതും സിലിക്കോൺസ് ആർ ചെയിൻസ് ഇൻ വിച്ച് ആൽക്കൈൽ ഓർ ഫീനൈൽ ഗ്രൂപ്പ്സ് occupy the remaining bonding position on each silicon. ഇപ്പം നമ്മളിവിടെ കാണാം സിലിക്കൺ, ഇവിടെ ഈ SiO സിലിക്കണിന് 4 ബോണ്ട് കൊടുത്തിട്ട് ആ 4 ബോണ്ടിനകത്തും ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പോ ഫീനൈൽ ഗ്രൂപ്പോ വരുത്തിയാൽ മതി. ഇതാണ് സിലിക്കോൺസ്. ദേ ആർ ഹൈഡ്രോഫോബിക് ഇൻ നേച്ചർ. പ്രത്യേകത്തേക്ക് ഹൈഡ്രോഫോബിക്, വാട്ടർ റിപ്പല്ലൻ്റ് ഇൻ നേച്ചർ. സിലിക്കോണിൻ്റെ വളരെ ഉപയോഗങ്ങൾ തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്, കെമിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, കെമിക്കൽ റിയാക്ടിവിറ്റി, അതർ പ്രോപ്പർട്ടീസ്, ഇതെല്ലാം കൊണ്ട് പലതരത്തിലുള്ള നമുക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് സിലിക്കോൺ കൊണ്ട് ഉപയോഗിച്ച് സാധിക്കും. മേക്കപ്പ് വസ്തുക്കൾ, അതുപോലെ തന്നെ ജെല്ലുകൾ, അതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി സിലിക്കോൺ ഉപയോഗിക്കുന്നു. Silicons are synthetic polymers with a linear repeating silicon-oxygen backbone, the same bond that is found in quartz, glass and sand. Silicon polymers do not have carbon as part of the backbone structure, have a high melting and boiling point. Depending on the number of repeat units in the polymer chain and the degree of cross-linking, 6 classes of commercially important products can be produced. ഇപ്പോൾ ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സം ഡിസഡ്വാൻറ്റേജ് ഓഫ് സിലിക്കോൺസ് ആർ ഇൻക്രീസ്ഡ് കോസ്റ്റ്, ഭയങ്കര വിലയായിരിക്കും സിലിക്കോൺസിന്, ആൻഡ് ലോവർ മെക്കാനിക്കൽ പ്രോപ്പർട്ടി വാല്യൂസ് വെൻ കമ്പയർഡ് ടു കാർബൺ ബേസ്ഡ് മെറ്റീരിയൽസ്. സിലിക്കോൺസ് നല്ല വിലയായിരിക്കും. സിലിക്കേറ്റ്സ് അടുത്താണ് സിലിക്കേറ്റ്സ്. എന്താണ് സിലിക്കേറ്റ്സ്? സിലിക്കോൺസിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ സിലിക്കണിൻ്റെ ചുറ്റും ഓക്സിജൻ വന്നിക്കുക ടെട്രാഹൈഡ്രലായിട്ട് അല്ലേ, സിലിക്കൺ ഓക്സിജൻ. സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ മിനറൽസ് ആണ് കണ്ടെയ്നിങ് സിലിക്കൺ ആൻഡ് ഓക്സിജൻ ഇൻ ടെട്രാഹൈഡ്രൽ SiO4 മൈനസ് യൂണിറ്റ്. സിലിക്കേറ്റ് എന്താണെന്ന് വെച്ചാൽ SiO4 4- യൂണിറ്റ്സ് നോക്കുക, വിച്ച് ആർ ലിങ്ക്ഡ് ടുഗദർ ഇൻ സെവറൽ പാറ്റേൺ. ഡിപ്പെൻഡിങ് ഓൺ ദ വേ ദ ടെട്രാഹൈഡ്രൽ യൂണിറ്റ്സ് ആർ ലിങ്ക്ഡ്, ദ സിലിക്കേറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ദ ഫോളോയിങ് ടൈപ്പ്. ഇതാണ് സിലിക്കേറ്റ്സ്. നമ്മൾ ഈ സിലിക്കേറ്റ് സ്ട്രക്ചർ ഓർത്തിരിക്കുക. ടെട്രാഹൈഡ്രൽ സ്ട്രക്ചർ, സിലിക്കൺ നടുക്ക് 4 ഓക്സിജൻ, ചുറ്റും ടെട്രാഹൈഡ്രൽ ഷേപ്പ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയാം, നടുക്ക് നമുക്ക് സിലിക്കൺ നമുക്ക് ഡോട്ടായിട്ട് കൊടുക്കാം, വട്ടത്തിൽ ഓക്സിജനെ കൊടുക്കാം, അതിൽ 3 ഓക്സിജൻ കൊടുത്താൽ മതി. സിലിക്കേറ്റിൻ്റെ സ്ട്രക്ചർ ആവുന്നു. 2 ഇമ്പോർട്ടൻറ്റ് മാൻമെയ്ഡ് സിലിക്കേറ്റ്സ് ആർ ഗ്ലാസ് ആൻഡ് സിമെൻറ്റ്. മാൻമെയ്ഡ് സിലിക്കേറ്റ്സ് ആണ് ഗ്ലാസും സിമെൻറ്റും. അടുത്ത സിലിക്കൺ അടങ്ങിയിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് സിയോലൈറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് സിയോലൈറ്റ്സ്. എന്താണ് സിയോലൈറ്റ്സ്? കാറ്റലിസ്റ്റ് അല്ലേ. സിയോലൈറ്റ്സ് ആർ മൈക്രോഫോറസ് സ്ട്രക്ചറാണ്. മൈക്രോഫോറസ്, നമുക്ക് ഇതൊരു സ്ട്രക്ചറാണ് സിയോലൈറ്റിൻ്റെ മൈക്രോഫോറസ് സ്ട്രക്ചർ. ഈ തേനീച്ചക്കൂട് പോലെ ഇരിക്കും. കമ്പോസ്റ്റ് ഓഫ് അലൂമിനിയം, സിലിക്കോൺ ആൻഡ് ഓക്സിജൻ. സിയോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അലൂമിനിയം, സിലിക്കണും ഓക്സിജനും കൂടി ചേർന്നൊരു സ്ട്രക്ചറാണ്. ദേ ഹാവ് എ കേജ് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഗീവ്സ് them a large surface area for absorbing reacting molecule. ഈ കേജിലേക്ക് ഒരു കൂട് പോലെ ഇങ്ങനെ ഇരിക്കുക, ഇതിൽ പോറസ് ആയിട്ടുള്ള ഈ സുഷിരങ്ങളൊക്കെ ഉണ്ട്, അന്നേരം അത് ലാർജ് സർഫസ് ഏരിയ കൊടുക്കുന്നു. ഈ ലാർജ് സർഫസ് ഏരിയ എന്തിനാണ്? ഫോർ അബ്സോർബിങ് റിയാക്ടന്റ് മോളിക്യൂൾസ്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ് ഓൺലി റിയാക്ടന്റ് വിത്ത് ദ കറക്റ്റ് സൈസ് ഓർ ജോമെട്രി ക്യാൻ റിയാക്ട്. അന്നേരം ഷേപ്പ് സെലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ താഴിനും ഇന്ന താക്കോലുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ സിയോലൈറ്റിനകത്ത് വന്നിരിക്കേണ്ട ഓരോ റിയാക്ടൻസ് ഉണ്ട്. ആ റിയാക്ടൻസ് വന്നെങ്കിൽ മാത്രമേ ഇവിടെ റിയാക്ഷൻ നടക്കത്തുള്ളൂ. പിന്നെ സിയോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അലൂമിനോ സിലിക്കേറ്റ്സ്. സം അലൂമിനോ സിലിക്കേറ്റ് ലോസ് വാട്ടർ വെൻ ഹീറ്റഡ് ടു ഫോം എ പോറസ് സ്ട്രക്ചർ വിത്ത് എ ലാർജ് സർഫസ് ഏരിയ.
ദീസ് അലുമിനോസിലിക്കേറ്റ്സ് ആർ കോൾഡ് സിയോലൈറ്റ്സ്. അലൂമിനോസിലിക്കേറ്റ്സിനെയാണ് സിയോലൈറ്റ് എന്ന് പറയുന്നത്. ഈ സിയോലൈറ്റിന് വേറൊരു പേരുണ്ട്, പെർമ്യൂട്ട്സ് എന്ന് പറയും. പെർമ്യൂട്ടിസ്. സിയോലൈറ്റ്സ് ആർ ക്രിസ്റ്റലൈൻ സോൾട്ട് സ്ട്രക്ചേഴ്സ് മെയ്ഡ് അപ്പ് ഓഫ് സിലിക്കൺ, അലൂമിനിയം ആൻഡ് ഓക്സിജൻ that form a framework with the cavities and channels inside where cation, water, small molecule by reside. They are often also referred to as molecular salts. സിയോലൈറ്റ്സ് എന്ന് പറയുന്ന പേരാണ് പെർമ്യൂട്ടിസ്. പെർമ്യൂട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലൂമിനോസിലിക്കേറ്റ്. അലൂമിനോസിലിക്കേറ്റ് ആണ് സിയോലൈറ്റ്. ഇതിന് പറയുന്ന സിയോലൈറ്റിന് വേറെ പേരാണ് ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റ്. ഷേപ്പ് സെലക്റ്റീവ്, കാരണം ഷേപ്പ് അനുസരിച്ച് അതിന് സെലക്ട് ചെയ്താണ് ഈ കാറ്റലിസ്റ്റ്. ഇതൊക്കെ സിയോലൈറ്റ്സിൻ്റെ പലതരത്തിലുള്ള വേർഷൻസ് ആണ്. The reaction that depends upon the pore structure of the catalyst and the size of the reactants and product molecule is called a shape selective catalyst. ഷേപ്പ്. നിങ്ങൾ തേനീച്ചക്കൂട് നോർത്താൽ കേട്ടോ, തേനീച്ചക്കൂടിൻ്റെ ആ സുഷിരങ്ങൾ. Zeolite is used as catalyst in petrochemical industries for cracking hydrocarbons and isomerization. Zeolite ഒരു ഉപയോഗം ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ്. ആ പെട്രോളിയം ഇൻഡസ്ട്രീസ് ഉപയോഗിക്കുന്ന സിയോലൈറ്റ് കാറ്റലിസ്റ്റ് ആണ് ഇസഡസം-5. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഇസഡസം-5. ഇസഡസം-5 എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ പെട്രോളിയം ഇൻഡസ്ട്രി. ഇറ്റ് കൺവേർട്സ് എന്താണ് സിയോലൈറ്റ്? ഇറ്റ് കൺവേർട്സ് ആൽക്കഹോൾ ഡയറക്ട്ലി ഇൻറ്റു ഗ്യാസലിൻ ബൈ ഡീഹൈഡ്രേറ്റിംഗ് ദം ടു ഗിവ് എ മിക്സർ ഓഫ് ഹൈഡ്രോകാർബൺ. അന്നേരം ഇസഡസം-5 കൺവേർട്സ് ആൽക്കഹോൾ ഡയറക്ട്ലി ഇൻറ്റു പെട്രോൾ. ഡയറക്ട്ലി ഇൻറ്റു പെട്രോൾ ഓർത്തിരിക്കുക. The catalytic reaction that depends upon the structure of pores of the catalyst and the size of the reactant and product molecule is called a shape selective catalyst. Isodersum-5 is a zeolite and shape selective catalyst. Isodersum-5. Hydrated zeolites are used as ion exchanges in softening of hard water. ഈ പെട്രോളിയം കെമിക്കലിനകത്ത് തന്നെ ഉപയോഗിക്കാതെ വേറെയും പലതരത്തിൽ ഉപയോഗങ്ങളുണ്ട്. ഹൈഡ്രേറ്റഡ് സിയോലൈറ്റ്സ് ആർ യൂസ്ഡ് ആസ് അയൺ എക്സ്ചേഞ്ചേഴ്സ് ഇൻ സോഫ്റ്റനിങ് ഓഫ് ഹാർഡ് വാട്ടർ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ ഗ്രൂപ്പ് 14 എലമെൻസിൻ്റെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും അതിൻ്റെ റിയാക്ഷൻസും ഒക്കെ പഠിച്ചു. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.